ഗവൺമെന്റ് ഒഫീഷ്യലി ഒരു ഓണപരീക്ഷ നടത്താൻ സാധ്യതയുണ്ടോ? ഈ പരീക്ഷയെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഓണപരീക്ഷയിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തീർക്കാൻ നിങ്ങൾക്കാകുമോ? +1 വിദ്യാർത്ഥികളുടെ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് ഇത്തവണ ഓണപരീക്ഷ ഉണ്ടായിരിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നതിലോടുകൂടി എന്തായാലും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ മിസ്സേ? അതെ, അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളെ ഒരിക്കലും മുൻവിധിയിൽ എടുത്തുകൊണ്ട് ഈ ഒരു വർഷം ഓണപരീക്ഷ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഇതിന് കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സുകളെല്ലാം വളരെ ലേറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഈ ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, കുട്ടികൾ ഭയങ്കര ടൈറ്റ് ആവും. അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് ഒരിക്കലും കുട്ടികൾക്ക് ഈ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാൻ പറ്റാത്തത് കൊണ്ടും ഈ അഡ്മിഷൻ പ്രോസസ്സുകളൊന്നും തീരാത്തത് കൊണ്ടും അത് ഭയങ്കര ലേറ്റ് ആയതുകൊണ്ടുമാണ് നമ്മൾ ആ ഒരു ഓണപരീക്ഷ ഒഫീഷ്യലി നടക്കാൻ പറ്റാതിരുന്നത്. പക്ഷെ ഈ വർഷം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ നേരത്തെയാണ്. അതായത് നമ്മൾ +1കാരുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണത്തിലേക്ക് ഇവർക്ക് ധാരാളം സമയമുണ്ട്. ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കാനും സമയമുണ്ട്, ഇവർക്ക് പഠിക്കാനുമുള്ള സമയമുണ്ട്. സോ ഈ വർഷം നമുക്ക് ഒരു ഓണപരീക്ഷ എക്സ്പെക്ട് ചെയ്യാം. അതെ, ഒഫീഷ്യലി നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു എക്സാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു ഓണപരീക്ഷ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ സ്കൂളിൽ നിന്നും നടത്തുന്നതായിരിക്കും. അങ്ങനെ ഒരു എക്സാം നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് പരീക്ഷ ഇല്ല എന്നുള്ളൊരു ധാരണയോടെ നിങ്ങൾ ഒരിക്കലും ഇരിക്കേണ്ട. കാരണം എക്സാം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതെ, ഇതിൽ തന്നെ ഇവർക്ക് ഏറ്റവും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചാപ്റ്റേഴ്സ്. അതായത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാവും എന്നുള്ളത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാവും എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിലെയും, പ്രത്യേകിച്ച് സയൻസുകാരാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇനി അതല്ല ലാംഗ്വേജ് ഇംഗ്ലീഷോ മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ആദ്യത്തെ 3 to 4 ചാപ്റ്റേഴ്സ്, 3 അഥവാ 4 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനുണ്ടാകും. ഇതിൽ തന്നെ ലാംഗ്വേജുകളാണെങ്കിൽ ആദ്യത്തെ യൂണിറ്റ് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ബാക്കി സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ 3 to 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഈ പരീക്ഷയ്ക്ക് അവർ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ തീർച്ചയായും പഠിച്ചു വെച്ചിരിക്കണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ ഉണ്ടായിരിക്കും, ഇപ്പൊ ഇതൊരു സ്കൂളിൽ നിന്ന് നടത്തുന്ന എക്സാം ആണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണോ, അത്ര ഒരു ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. കാരണം എന്തായാലും ഒരു വലിയൊരു എക്സാം ഒന്നും അല്ലെങ്കിൽ അത്ര സീരിയസ്നെസ്സോട് കൂടി ഇതിനെ കാണണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ മിസ്? എന്തായാലും അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ +1കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ 10th വരെയുള്ളവർക്കാണെങ്കിൽ അവർ സ്ഥിരമായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്ത് വന്ന് അവർക്ക് ആ ഒരു പാറ്റേൺ വളരെയധികം അറിയാം. അതെ, ഇനി +2 ആണെന്നുണ്ടെങ്കിലും അവർ1 കൊല്ലം കഴിഞ്ഞു, അപ്പോൾ അവർക്കും അത് വളരെയധികം ഫെമിലിയർ ആണ്. പക്ഷെ +1കാരെ സംബന്ധിച്ചിടത്തോളം 10th കഴിഞ്ഞ് +1ലേക്ക് പോകാന്ന് പറയുമ്പോൾ വലിയൊരു മാറ്റമാണ്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ മലയാളം മീഡിയം കുട്ടികളൊക്കെ തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെ വലിയൊരു മാറ്റമാണ്. അപ്പൊ ആ ചേഞ്ച് ഒക്കെ പെട്ടെന്ന് കാണുകയും അത് എങ്ങനെയാണ് നേരിടേണ്ടത് അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാം എങ്ങനെയായിരിക്കും എന്ന് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് നിങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ വളരെ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സാമിനെ കാണണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ എത്രത്തോളം പഠിച്ച് എഴുതേണ്ട കാര്യമുണ്ട് എന്നുള്ള കുറേ സംശയങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സാമിനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയേറെ സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് കൂടാതെ ഇവരെ തന്നെ വിലയിരുത്താൻ പറ്റും. അതായത് ഇപ്പം മിസ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇവര് പല കുട്ടികളും സ്കൂൾ മാറി വന്നിരിക്കുകയാണ് അല്ലെ. അതായത് ഒരു 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരേ സ്കൂളിൽ ഒരേ ടീച്ചേഴ്സിനെ കണ്ട് പഠിച്ചു വന്നവരാണ്. ഇനി അതല്ല എങ്കിൽ ഒരു 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരേ ടീച്ചേഴ്സിനെ കണ്ട് പഠിച്ചു വന്നവരാണ്. പക്ഷെ +1 +2 എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതായത് ഇപ്പൊ ടീച്ചേഴ്സ് ഇവരെ നോക്കിക്കാണുന്ന രീതികളിലാണെങ്കിലും ഇവര് ടീച്ചേഴ്സിനെ നോക്കിക്കാണുന്ന രീതിയിലാണെങ്കിലും എല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവര് ആദ്യമായിട്ട് പുതിയ ടീച്ചേഴ്സിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ടീച്ചേഴ്സിനെ തിരിച്ചു അത്ര ഫെമിലിയർ ആയിരിക്കും. ടീച്ചേഴ്സിന് ഇവരെല്ലാവരും ഒരുപോലെ, ഒരു ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും ഒരേപോലെയാണ്. അപ്പൊ ഈ ഒരു പരീക്ഷയിലൂടെ ഇവർക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് ഇവരെ തന്നെ പ്രൂവ് ചെയ്യാം. അതേപോലെ ടീച്ചേഴ്സിന് ഇവരുമായിട്ട് ഫെമിലിയർ ആവാൻ നല്ലൊരു ചാൻസ് ആണിത്. അത് മാത്രമല്ല ഇവരിനി എത്രത്തോളം എഫേർട്ടാണ് +1 +2 കൊടുക്കേണ്ടത്. 10ാം ക്ലാസ്സിൽ കൊടുത്ത എഫേർട്ട് അല്ല ഒരിക്കലും +1 +2 വേണ്ടത്. കൂടുതൽ എഫേർട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്, നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഇവരെ തന്നെ സെൽഫ് അസസ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്ന അവസരമാണ് ഈ ആദ്യത്തെ ഓണപരീക്ഷ എന്ന് പറയുന്നത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഇവരതിനെ കണ്ടിരിക്കണം. ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇതിപ്പോ ഓണപരീക്ഷ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനപ്പുറം ഫൈനൽ ആയിട്ട്
ഇവർക്ക് ഒരു എക്സാം വരുന്നുണ്ട്. അപ്പൊ ആ ബോർഡ് എക്സാമിന് നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചേ പറ്റുള്ളൂ. അതിലിനി വേറെ നമുക്കൊരു കൂട്ടലും കുറയ്ക്കലും ഒന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൽ ഉണ്ടായിരിക്കും. അപ്പൊ പഠിച്ചിരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. അത് എത്ര നേരത്തെ പഠിക്കുന്നു അത്രയും നല്ലതാണെന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ബേർഡൻ കൂടും. നമ്മൾ പറയും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, പഠിച്ച കാര്യങ്ങളൊക്കെ തലയിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ അതിനുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ അതിനെ കാണാൻ പറ്റും. നിങ്ങൾ ഇപ്പോഴേ എക്സാം ഒക്കെ കൂടുതൽ എക്സാംസ് എഴുതും തോറും നിങ്ങൾക്ക് അത്രയും കൂടുതലായിട്ട് ആ കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫൈനൽ എക്സാമിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി നല്ലതാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് ഫൈനൽ എക്സാം ഉള്ളത് കൊണ്ട് തന്നെ ഈ എക്സാം നിങ്ങൾ എക്സാം എന്നുള്ളതിനപ്പുറം നിങ്ങൾ ആ പോർഷൻസ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയേ മതിയാവുള്ളൂ. അപ്പൊ ഇപ്പോഴും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടാവും അല്ലേ? ശരിക്കും നമുക്ക് പറയാം, ഇപ്പൊ എല്ലാ സ്കൂളിലും അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും. ഓണം ഇത്തവണ എപ്പോഴാണ് മിസ് വരുന്നത്? ഓണം ഒരു സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ പകുതിയോട് കൂടിയാണ് ഓണം വരുന്നത്. കുറച്ച് അപ്പുറത്തേക്കാണ്, കുറച്ച് വൈകിട്ടാണ്. അപ്പൊ കുറച്ച് സമയമുണ്ട് ടീച്ചേഴ്സിന് ക്ലാസ് എടുത്ത് തീർക്കാൻ, അതായത് ഉള്ള ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കാനും സമയമുണ്ട്, ഇവർക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പം നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഒഫീഷ്യലി ഗവൺമെന്റ് എക്സാം തന്നെ വന്നാലേ പഠിക്കുള്ളൂ എന്ന് വിചാരിക്കാതെ എന്ത് ചെയ്യാ, സ്കൂളിൽ നടത്താൻ പോകുന്ന ആ ഒരു ഓണപരീക്ഷയാണെങ്കിൽ കൂടി അതിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ബേസിക്കലി ഇത് നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഏത് എക്സാം ആണെങ്കിലും അതിലൂടെയൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുന്നത് എന്താണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാവുന്നുണ്ട്, ഇവരെല്ലാ കാര്യങ്ങളും പഠിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനാണ് പരീക്ഷകൾ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്തരത്തിലുള്ള ഒരു എക്സാം ആണെന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും ഓണപരീക്ഷ മുന്നിലുണ്ട്. അപ്പൊ ഈ ഓണപരീക്ഷയ്ക്ക് നിങ്ങളെ എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിപ്പിക്കാനായിട്ട് നമ്മളെ ഏജൻ ടീം ഇവിടെ സെറ്റാണ്. അതായത് നമ്മൾ ഇനി ലൈവ് ആയിട്ട് വരാൻ പോവാണ് നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പൊ നമ്മളെ ചാനൽ മറക്കാതെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ നമ്മൾ ഇനിയും വീഡിയോസ് നമ്മുടെ വെയിറ്റേജിനെ പറ്റിയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് എത്ര പഠിക്കണം, അല്ലെ എത്ര പഠിക്കണം, ഏത് വരെ പഠിക്കണം എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനി വരും ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അപ്ഡേറ്റ്സ് അറിയാൻ നമ്മുടെ ചാനൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക, നിങ്ങൾ എപ്പോഴും എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബാർ ഒക്കെ ഒന്ന് ഓൺ ആക്കി വെക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.